വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. കുർത്തീസിൻ്റെ വീഡിയോ നമ്മളിന്ന് കാണുന്നത് ബുക്കിംഗ്സ് സൈറ്റോ ചെയ്യുക www.glitzindia.com സൈറ്റാണ്. കുർത്തീസിൻ്റെ ഫാബ്രിക് ഫസ്റ്റ് കുർത്തി വരുന്നത് നല്ലൊരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്ന ഒരു ചെറിയ സിൽക്കി ഫീലുള്ളൊരു ഫാബ്രിക്കാണ്. സിമ്പിൾ നെക്ക് വന്നിട്ട് ഇതിനകത്തേക്ക് ചെറിയ ഗോൾഡനും സിൽവർ കളറും ബൂട്ടി ഡിസൈൻ പോയിട്ടുണ്ട്. ഞാനത് ക്ലോസ് വ്യൂ കാണിക്കാം. പിന്നെ വൺ സൈഡിൽ ഇതുപോലെ പോട്ടലി ബട്ടൺ കൊടുത്തൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ചെറിയ 2 സ്ലിറ്റ് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക് ഉണ്ടോ, ഇതുപോലെ കുഞ്ഞി ബൂട്ടി ഡിസൈൻ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നിങ്ങൾക്ക് ചെറിയൊരു പാർട്ടി ലുക്കിൽ വേണമെങ്കിൽ വെയർ ചെയ്യാം, അല്ല സിംപ്ലി വെയർ ചെയ്യാനും നല്ലതാണ്. വിത്ത് ലൈനിങ് ആണ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളതാണ്. 980 ആണ് റേറ്റ് വരുന്നത്. ഇതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഷിമ്മർ ലെഗിൻസ് ആണ്, ഗോൾഡൻ കളർ ഷിമ്മർ ലെഗിൻസ് ആണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് സിൽവർ പുട്ടിയും കൂടി വന്നിട്ടുണ്ട്. സിൽവർ ലെഗിൻസും നമ്മുടെ അടുത്തുണ്ട്. അതായത് ഈ ട്വിൻ ബേണിൻ്റെ തന്നെ സിൽവർ കളറുണ്ട്, അത് ആഡ് ചെയ്തേക്കാം. അത് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം, ഗോൾഡൻ വേണമെങ്കിൽ ഗോൾഡൻ ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഗോൾഡൻ കളറിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്ന ഒരു കളറാണ് ഈ ഒരു കളർ സ്ട്രെയിറ്റ് പാൻറ്റ്. 350 റേഞ്ച് അല്ലേ, 350 റേഞ്ചിൽ വരുന്നതാണ്. അതും സൈറ്റിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുർത്തീസിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു സിൽവർ അല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ മാച്ച് ആവുന്ന ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കോമ്പിനേഷൻ, ആ ബോട്ടവും കൂടി ആഡ് ചെയ്തേക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. 980 ആണ് റേഞ്ച്. സ്ലീവ്സ് സിമ്പിളായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള കുർത്തി. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നതിനാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊരു 3 പീസ് പാനൽ കട്ടിങ്ങിലാണ് പോയേക്കുന്നത്. ഈ ഒരു സൈഡിൽ പോട്ടലി ബട്ടൺ, ഈ ഒരു സൈഡിലും പോട്ടലി ബട്ടൺ കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേണാണ് ചെയ്തേക്കുന്നത്. 980 ആണ് റേഞ്ച്. ഷിമ്മർ ലെഗിൻസ് പെയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റ് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റ് പെയർ ചെയ്യാൻ പറ്റും. 38 to 46 സൈസ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നതിനാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പ്ലസൻറ്റ് യെല്ലോ ഷെയ്ഡാണ്. അതിലേക്കും സിൽവറും ഗോൾഡനും ഉള്ള ബൂട്ടീസാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കുർത്തി. 980 ആണ് റേഞ്ച് വരിക. നിങ്ങൾക്കിത് ചെറിയ ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ബെസ്റ്റാണ് കേട്ടോ. ഒരു ഷിമ്മർ ലെഗിൻസുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പാർട്ടി ലുക്കിൽ വെയർ ചെയ്യാം. അല്ലാതെ സിംപ്ലി വെയർ ചെയ്യാനും നല്ല, കാരണം ഇതൊരു വീവിങ് പാറ്റേണിലാണ് ഒരു കുർത്തിയുടെ ഇത് പോയേക്കുന്നത്. ഇവിടെ ഇങ്ങനെ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 3 പീസ് പാനൽ കട്ടിംഗ് ആണ്. ഫിനിഷിങ്ങോടുകൂടി വന്നിട്ടുള്ളതാണ്. സീം എലവൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി. ഇതുപോലെ നെക്ക് പാറ്റേൺ വന്നിട്ടുള്ള സ്ലീവ്സിൽ ചെറിയൊരു കട്ടിങ് ആണ്. ഇതിനകത്ത് ഫുൾ ഗോൾഡൻ ബൂട്ടി ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഷിമ്മർ ലെഗിൻസാണ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത്. 980 ആണ് റേഞ്ച്. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺ. വൺ സൈഡിൽ ഇതുപോലെ പോട്ടലി ബട്ടണും ഈ സൈഡിൽ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കുർത്തി വരുന്നത് സൗത്ത് കോട്ടൺ എന്നോ അല്ലെങ്കിൽ ഖാദി കോട്ടൺ എന്നോ പറയുന്നൊരു ഫാബ്രിക്കിലാണ്. അതൊക്കെ നല്ല പ്രീമിയം ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. നെക്ക് പാറ്റേൺ ഒക്കെ കിട്ടും. നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ. പ്രിൻറ്റിൽ ഇതുപോലെ സിമ്പിൾ സ്റ്റിറ്റഡ് വിത്ത് ലൈനിങ്ങോടുകൂടി വന്നിട്ട് നല്ല നെക്ക് പാറ്റേണുമാണ് കേട്ടോ. സ്ലീവ്സിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 999 ആണ് റേറ്റ്. നല്ല ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള കുർത്തി. ഇതുപോലെ നല്ല ഫാബ്രിക്കാണ്. ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഇതുപോലെ 999 റേറ്റ്. വൈറ്റ് ബോട്ടം ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് പാൻറ്റോ അല്ലെങ്കിൽ ലെഗിൻസോ പെയർ ചെയ്താലും നന്നായിട്ട് മാച്ച് ആയിപ്പോകും. 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നതിനാണ്. നെക്സ്റ്റ് കളർ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ഖാദി കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വന്നിരിക്കുന്നത്. ടെന്നസി ബ്രാൻഡഡ് വന്നിരിക്കുന്നതാണ്. ഇന്ന പോർഷനിൽ സെയിം എലമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്തേക്കുന്നത്. ടെന്നസി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹിപ്പ് സൈസ് ഒക്കെ കൂടുതലുള്ളവർക്ക് ഈ ഒരു ബ്രാൻഡ് നന്നായിട്ട് പോകും. കാരണം ഇവിടെ കുറച്ച് ലൂസ് ഫിറ്റിങ്ങിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ എടുക്കുന്നവർക്ക് ആ ഒരു കുർത്തിയുടെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നല്ല കുർത്തിയാണ് കേട്ടോ. 999 ആണ് റേറ്റ്. 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിനകത്തേക്ക് വൈറ്റ് കളർ നെക്ക് പാറ്റേണും കൂടി വന്നപ്പോൾ സ്ലീവ്സിൽ സിമ്പിൾ ഒരു പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് ലൈനിങ് ആണ്. നല്ല കംഫർട്ടബിൾ ഖാദി കോട്ടൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. 999 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.